സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഓണക്കാല ഉത്സവ ഭത്തയും മാറ്റമില്ല. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ഭത്ത 1250 രൂപയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഓണക്കാല ഉത്സവ ഭത്തയും മുൻ വർഷത്തേത് തന്നെ തുടരും. ബോണസ് 4500 രൂപയും ഇതിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപയുമാണ് ഉത്സവ ഭത്ത. കഴിഞ്ഞ വർഷം ഇതേ നിരക്കിലാണ് നൽകിയത്. തിരിച്ചുപിടിക്കുന്ന അഡ്വാൻസായി മുൻവർഷത്തെ പോലെ പരമാവധി 20,000 രൂപ ലഭിച്ചേക്കും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ 1550 രൂപ, ആശാ വർക്കർമാർക്ക് 1450, കരാർ ജീവനക്കാർക്ക് 1460, സ്കൂൾ കൗൺസിലർമാർ 1390, പ്രേരക്മാർ, അംഗനവാടി ജീവനക്കാർ 1250 എന്നിവർക്കും മുൻ വർഷത്തെ പോലെ തന്നെ ഉത്സവ ഭത്ത ലഭിക്കും. ഓണം പ്രമാണിച്ച് കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 24-ന് ശമ്പളവും പെൻഷനും നൽകാൻ കേന്ദ്ര ധനമന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസാണ് സർക്കാർ അനുവദിച്ചത്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്ത 3000 രൂപയാണ്. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ഭത്ത 1250 രൂപയും. അതേസമയം കേരളം 2200 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. ഓണക്കാല ചെലവ് നേരിടാനെന്ന കാരണമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. കടപ്പത്ര ലേലം ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവ ഉൾപ്പെടെ ഏകദേശം 10,000 കോടി രൂപയാണ് ഓണക്കാലത്ത് ചെലവാകുക. ഈ പശ്ചാത്തലത്തിലാണ് 2200 കോടി രൂപ സർക്കാർ കടമെടുക്കുന്നതും. അതേസമയം 2200 കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള കടമെടുപ്പ് 14,400 കോടി രൂപയാകും. കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന് കേന്ദ്രത്തോട് സർക്കാർ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. അതേസമയം കടമെടുപ്പ് പുറമെ ട്രഷറി വഴിയുള്ള സമാഹരണത്തിനും സർക്കാർ ആലോചിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.